ഹായ് ഓൾ. അപ്പം നമ്മൾ ലിസ്റ്റിൻ്റെ അകത്തിരിക്കുന്ന പൈത്തൺ ലിസ്റ്റിൻ്റെ അകത്തിരിക്കുന്ന ഓപ്പറേഷൻസ് എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടിൻ്റെ അകത്ത് ലിസ്റ്റിൻ്റെ അകത്തിരിക്കുന്ന വേരിയസ് ആയിട്ടിരിക്കുന്ന ഓപ്പറേഷൻസ് നമ്മൾ പഠിച്ചു. അപ്പം നമുക്ക് ലിസ്റ്റിൻ്റെ അകത്ത് കുറച്ചും കൂടി ഓപ്പറേഷൻസ് എല്ലാം പോസിബിൾ ആണ്. അതെന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ചാപ്റ്ററിലൊന്ന് നോക്കാം. ഓക്കെ, എൻ്റെ അകത്തിരിക്കുന്ന ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, നമുക്കൊരു ലിസ്റ്റ് ഉണ്ട്. ഇതേപോലുള്ള ഒരു ലിസ്റ്റ് നമ്മളുടെ കയ്യിലുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് നിന്ന് നമുക്ക് ഫിക്സഡ് ആയിട്ടിരിക്കുന്ന ഒരു സബ് ലിസ്റ്റ്, അതിൻ്റെ അകത്ത് നിന്ന് കുറച്ച് ഐറ്റംസ് മാത്രം വെച്ചിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പുതിയൊരു ലിസ്റ്റ് ഉണ്ടാക്കാം. ഓൾറെഡി നമ്മളിത് സ്ട്രിങ് ഒക്കെ ചെയ്ത സമയത്ത് നമ്മൾ പഠിച്ചിരുന്നു. സ്ലൈസിങ് എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ഒരു കാര്യം നമ്മൾ ഇമെയിലൊക്കെ ഒന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തിരുന്നു, സ്ലൈസിങ് എന്ന് പറഞ്ഞിട്ട്. അപ്പം സ്ട്രിങ് എന്ന് പറയുന്നത് ഒരു സീക്വൻസ് ഡാറ്റ ടൈപ്പാണ്. ഓക്കെ, അതായത് ഈ പറഞ്ഞിരിക്കുന്ന ലെറ്ററുകളുടെ കൂട്ടമാണ്. അതേപോലെ തന്നെയാണ് ഈ പറഞ്ഞിരിക്കുന്ന ലിസ്റ്റ് എന്ന് പറയുന്നതും ഒരു സീക്വൻസ് ഡാറ്റ ടൈപ്പാണ്. അതിൻ്റെ അകത്ത് ഈ പറഞ്ഞിരിക്കുന്ന ഒരു കൂട്ടമാണ്, അല്ലെ? എന്തോ ഒരു പർട്ടിക്കുലർ കാര്യങ്ങളുടെ ഒരു കൂട്ടമാണ് ഇരിക്കുന്നത്. ഇവിടെ ഇപ്പം നമ്മളുടെ നെയിമുകളുടെ കൂട്ടം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഇരിക്കുന്ന സീക്വൻസ് ഡാറ്റ ടൈപ്പുകളിലെല്ലാം നിന്നും നമുക്ക് സ്ലൈസിങ് യൂസ് ചെയ്തിട്ട് ഒരു കൂട്ടമാണെങ്കിൽ അതിൻ്റെ അകത്ത് നിന്ന്, ഒരു ഗ്രൂപ്പ് ആണെങ്കിൽ അതിൻ്റെ അകത്ത് നിന്ന് ഒരു സബ് ഗ്രൂപ്പ് ഓഫ് കണ്ടന്റ്സിനെ നമുക്ക് എടുത്തിട്ട് പുറത്ത് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, അപ്പം നമ്മൾ സ്ട്രിങ്ങിൻ്റെ അകത്ത് ചെയ്തിരിക്കുന്ന അതേ കൈൻഡ് ഓഫ് ഓപ്പറേഷൻ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഇതിൻ്റെ അകത്തും ചെയ്യാൻ പോകുന്നത്, ഈ പറഞ്ഞിരിക്കുന്ന ഓപ്പറേഷൻസ് വെച്ചിട്ട്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ സ്ലൈസിങ് എന്ന് പറയുന്നത്. അപ്പം നമ്മളുടെ ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റുഡൻറ് നെയിംസിൻ്റെ അകത്ത് നിന്ന് ഇൻഡെക്സ് 1 മുതൽ 3 വരെ എന്ന് പറഞ്ഞത്, 3 ഇൻക്ലൂഡഡ് ആയിരിക്കില്ല, 1 to 3 എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന സാധനത്തിനെ എടുത്ത് പുറത്ത് കൊണ്ടുവരൂ എന്നാണ് നമ്മൾ ഈ പറഞ്ഞു പോകുന്നത്. അപ്പം നമുക്കിത് എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, ഇത് കണ്ടില്ലല്ലേ? ഇതാണ് അവസാനത്തേതാണ്. മുകളിലിരിക്കുന്നതെല്ലാം നമ്മൾ മുകളിൽ പ്രിന്റ് ചെയ്ത് വന്നതാണ്. ഓക്കെ, അപ്പം ഇതെന്താ ചെയ്തിരിക്കുന്നത്? ഫസ്റ്റ് ഇൻഡെക്സ് മുതൽ 3ാമത്തെ ഇൻഡെക്സ് വരെയുള്ള സാധനത്തിനെ പുറത്തെടുത്ത് കൊണ്ടുവന്നിട്ട് അതിനെ നമ്മൾ പുതിയതായിട്ടിരിക്കുന്ന ഒരു ലിസ്റ്റിൻ്റെ അകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചു. ഓക്കെ, എന്നിട്ട് ആ പുതിയ ലിസ്റ്റിനെയാണ് നമ്മളിവിടെ പ്രിന്റ് ചെയ്തത്. അതാണ് നമ്മൾ ഈ കണ്ടിരിക്കുന്ന ഈ പറഞ്ഞിരിക്കുന്ന ലിസ്റ്റ്. അപ്പോൾ ഇവൻ എന്താണ് ചെയ്തിരിക്കുന്നത്? ഇവൻ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്ന ഇൻഡെക്സ്, ഇത് ഇൻഡെക്സ് ആണ് ഇവിടെ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. അപ്പം ഫസ്റ്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത് 0 ഫസ്റ്റ്, അല്ലെ? അപ്പം ഫസ്റ്റ് ഇൻഡെക്സ് തൊട്ടിട്ട് 3ാമത്തെ ഇൻഡെക്സ് വരെ, നമ്മൾ 2ാമത് പറഞ്ഞു കൊടുത്തിരിക്കുന്ന സാധനം ഇൻക്ലൂഡഡ് ആയിരിക്കില്ല അതിന്റെ തൊട്ട മുമ്പ് വരെ. അതായത് നമ്മളിപ്പോൾ ഇവിടെ 3 പറഞ്ഞു കൊടുത്തിരിക്കുന്നതെങ്കിൽ 2 വരെയുള്ള സാധനങ്ങളായിരിക്കും അവൻ എടുത്തുകൊണ്ട് വരുന്നത്. അപ്പം 1, 2 എന്ന് പറയുന്ന സാധനങ്ങളായിരിക്കും എടുക്കുന്നത്. അതാണ് ഇവിടെ പറഞ്ഞത്. ഇനിയിപ്പോൾ നമ്മളിവിടെ 4 കൊടുത്തിരിക്കുന്നത് എന്ത് സംഭവിക്കുന്നത്? അതായത് 1 മുതലാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലെ? ഇവിടെ എന്താണോ ഇൻഡെക്സ് പറഞ്ഞിരിക്കുന്നത് അത് ഇൻക്ലൂഡഡ് ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് 2 ഇൻക്ലൂഡഡ് ആയിരിക്കും, 3 ഇൻക്ലൂഡഡ് ആയിരിക്കും, 4 വരെ എന്നാണ് പറയുന്നത്. 1 മുതൽ 4 വരെ എന്നാണ് പറയുന്നത്. 4 ഇൻക്ലൂഡഡ് ആയിരിക്കില്ല എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ ഒന്ന് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് 0th ഇൻഡെക്സ്, ഇത് ഫസ്റ്റ് ഇൻഡെക്സ്, അല്ലെ? അങ്ങനെയാണെങ്കിൽ ഇത് 2ാമത്തെ ഇൻഡെക്സ്, 3ാമത്തെ ഇൻഡെക്സ് എടുത്തുകൊണ്ട് ഒരു 4 ഇൻക്ലൂഡഡ് ആയിരിക്കില്ല, 4 വരെ എന്ന് മാത്രമാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മളവിടെ പ്രിന്റ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് 3 വെച്ചിട്ടുള്ള കാര്യം കിട്ടും. അപ്പം ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു ലിസ്റ്റിന്റെ അകത്ത് നിന്ന് അതിൻ്റെ അകത്തിരിക്കുന്ന കുറച്ച് അതിൻ്റെ ഒരു സബ് ഗ്രൂപ്പിനെയൊക്കെ എടുത്ത് പുറത്ത് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഇതേപോലെ ഇരിക്കുന്ന സ്ലൈസിങ് എന്ന് പറയുന്ന മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സ്ലൈസിന്റെ കുറച്ചൊരു വേരിയേഷൻസ് എല്ലാം നമുക്ക് പോസിബിൾ ആണ്. അതിൻ്റെ അകത്തിരിക്കുന്ന ആദ്യത്തെ വേരിയേഷൻ എന്ന് പറയുന്നത്, നമ്മളിവിടെ 2 ഇൻഡെക്സ് ആണല്ലേ പറഞ്ഞു കൊടുക്കുന്നത്, സ്റ്റാർട്ടിങ് ഇൻഡെക്സും എൻഡ് ഇൻഡെക്സും. ഇന്നത് മുതൽ ഇന്നത് വരെ, ഈ പറഞ്ഞിരിക്കുന്ന ലിസ്റ്റിന്റെ അകത്ത് നിന്ന് ഇന്നത് മുതൽ ഇന്നത് വരെ എന്നുള്ള 2 പാരാമീറ്റേഴ്സ് ആണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ അകത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്നത് വരെ എന്ന് പറയുന്ന സാധനം നമുക്ക് ഒമിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അത് കൊടുക്കാതിരിക്കാം. അത് കൊടുക്കാതിരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 മുതൽ ഈ പറഞ്ഞിരിക്കുന്ന ലിസ്റ്റിന്റെ ഈ സ്റ്റാർട്ടിങ് പറഞ്ഞു കൊടുത്തിരിക്കുന്ന ഇൻഡെക്സ് തൊട്ടിട്ട് ഈ ലിസ്റ്റിന്റെ എൻഡ് വരെയുള്ള കാര്യങ്ങൾ എടുത്തുകൊണ്ട് വരും. അപ്പൊ ഇവിടെ എന്താ ചെയ്യാൻ പോകുന്നത് ഇപ്പം? അതായത് 2 എന്ന് പറയുന്നത് എന്താണ്? 0, 1, ഇത് മുതൽ പിന്നീട് അങ്ങോട്ടുള്ള എല്ലാ സാധനത്തിനെയും എടുത്തിട്ട് അവൻ കോപ്പി ചെയ്ത് കൊണ്ടുവരും. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മളിവിടെ പ്രിന്റ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ജീവൻ മിനി ആര്യ എന്നുള്ളതാണ് 2 തൊട്ടിട്ട് അവിടെ നിന്ന് അങ്ങോട്ടുള്ളത്. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ, അങ്ങനെയുള്ള ഒരു സബ് ലിസ്റ്റ് ആണ് നമുക്ക് എടുക്കേണ്ടതെങ്കിൽ ഈ ഓപ്ഷൻ നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് 2ാമത്തെ ഇൻഡെക്സ് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. ഇതേപോലെ തന്നെയാണ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്ന ഇൻഡെക്സും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒമിറ്റ് ചെയ്യാം, അല്ലെ? നിങ്ങൾക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. ഫസ്റ്റ് ഉള്ളത് ഒമിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ ലിസ്റ്റിന്റെ സ്റ്റാർട്ട് തൊട്ടിട്ടിരിക്കുന്ന കാര്യങ്ങളെ എടുത്തുകൊണ്ട് വരും. ഇവിടെ നമ്മളിപ്പോൾ എന്താ ചെയ്തിരിക്കുന്നത്? ഫസ്റ്റത്തെ ഇൻഡെക്സ് നമ്മൾ പറഞ്ഞു കൊടുത്തില്ല. ഇതിൻ്റെ അകത്ത് നമ്മൾ 2 ഇൻഡെക്സും പറഞ്ഞു കൊടുത്തു. ഇതിൻ്റെ അകത്ത് ഏത് വരെ എന്നുള്ള ഇൻഡെക്സ് പറഞ്ഞു കൊടുത്തില്ല. ഇതിൻ്റെ അകത്ത് ഏത് തൊട്ടിട്ട് എന്നുള്ള ഇൻഡെക്സ് നമ്മൾ പറഞ്ഞു കൊടുത്തില്ല. ഏത് തൊട്ടിട്ട് എന്നുള്ള ഇൻഡെക്സ് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ അവൻ ലിസ്റ്റിന്റെ തുടക്കം മുതൽ ഇതുവരെ ഏത് ഇൻഡെക്സ് വരെയാണോ പറഞ്ഞു കൊടുത്തിരിക്കുന്നത് അതുവരെയുള്ള കാര്യങ്ങൾ എടുത്തുകൊണ്ട് വരും. ഓക്കെ, ഇങ്ങനെ ഒരു ലിസ്റ്റാണ് വന്നിരിക്കുന്നത്. ഓക്കെ,
അപ്പം എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇത് പറഞ്ഞു കൊടുക്കാത്തത് കൊണ്ട് ലിസ്റ്റിന്റെ സ്റ്റാർട്ടിങ് തൊട്ടുള്ള ഐറ്റംസിനെ എടുത്തുകൊണ്ട് വരും. സ്റ്റാർട്ടിങ്ങിന്റെ അകത്ത് ഇരിക്കുന്നത് രാഹുലാണ്, അല്ലെ, സഹല്, ജീവൻ, അതായത് 2 സെക്കൻഡ് ഇൻഡെക്സ് വരെയുള്ള സാധനങ്ങളെ അവൻ എടുത്തുകൊണ്ട് വരും. അപ്പം ഇങ്ങനെയുള്ള ഡിഫറെന്റ് ആയിട്ടിരിക്കുന്ന രീതികളിൽ നമുക്ക് സ്ലൈസിങ് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ഈ സ്ലൈസിങ് വെച്ചിട്ട് തന്നെ നമ്മൾ നേരത്തെ പോപ്പ് പറഞ്ഞിരുന്നു, അല്ലെ, നമുക്ക് എങ്ങനെ ഇൻഡെക്സ് വെച്ചിട്ട് നമുക്ക് ഒരു സാധനത്തിന് ഒരു ലിസ്റ്റിൻ്റെ അകത്തിരിക്കുന്ന ഒരു ഐറ്റത്തിനെ നമുക്ക് എങ്ങനെ ഡിലീറ്റ് ചെയ്യാന്നുള്ളത് നമ്മൾ ഇവിടെ പഠിച്ചിരുന്നു. ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് മെത്തേഡ്സ് ഉണ്ട്. ഈ പറഞ്ഞിരിക്കുന്ന സ്ലൈസിങ് മെത്തേഡ് വെച്ചിട്ട് തന്നെ നമുക്ക് മൾട്ടിപ്പിൾ ഐറ്റത്തിനെ റിമൂവ് ചെയ്യാനും കൂടി നമുക്ക് പോസിബിൾ ആണ്. അതിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത് കുറച്ച് സ്ട്രെയിഞ്ച് ആയിട്ടിരിക്കുന്ന സിൻടാക്സ് ആണ്. ഇത് മുതൽ ഇതുവരെയുള്ള സാധനങ്ങളെ എടുത്തിട്ട് എംപ്റ്റി ചെയ്ത് കളയൂ എന്നാണ് ഈ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ത് വരും എന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഇതിൻ്റെ ഔട്ട്പുട്ട് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. ഈ മൂന്നാമത് ആയിട്ട് അവസാനം ഇരിക്കുന്നതാണ് അതിൻ്റെ ഔട്ട്പുട്ട്. അപ്പോൾ അവൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ സ്റ്റുഡൻറ് നെയിംസ് എന്ന് പറയുന്ന സാധനം, സ്റ്റുഡൻറ് നെയിംസിനെ തന്നെയാണ് നമ്മൾ റിമൂവ് ചെയ്യുന്നത്. മൾട്ടിപ്പിൾ ഐറ്റത്തിനെ ഒരേ സമയം റിമൂവ് ചെയ്യാണ്. അതിനുശേഷമാണ് നമ്മൾ പ്രിന്റ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് റിമൂവ് ചെയ്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് മുതൽ 3 വരെ, അതായത് 1 മുതൽ 3 വരെയുള്ള സാധനങ്ങളെ റിമൂവ് ചെയ്യൂ എന്നാണ് അവൻ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവൻ എന്ത് ചെയ്തു, ഈ പറഞ്ഞിരിക്കുന്ന ഫസ്റ്റ് ഇൻഡെക്സിനകത്തിരിക്കുന്ന സഹലിനെയും രണ്ടാമത് ഇൻഡെക്സിലിരിക്കുന്ന ജീവനെയും എടുത്തിട്ട് അങ്ങ് കളഞ്ഞു. ഇത്രയും സാധനങ്ങൾ, അതായത് ഇവിടെ നമ്മൾ സ്ലൈസ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന ഏതൊക്കെ സാധനങ്ങളാണോ അതിനെല്ലാം എംപ്റ്റി ചെയ്ത് കളയും. ഓക്കെ, അപ്പം ബാക്കി എന്താണ് ഇരിക്കുന്നത്? ഈ 2 എണ്ണത്തിനെ എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ ബാക്കി ഇത്രയാണ് ഇരിക്കുന്നത്. ഇത് നമുക്ക് ഒരു ലിസ്റ്റിൻ്റെ അകത്ത് നിന്ന് നമുക്ക് ഇൻഡെക്സ് വെച്ചിട്ട് മൾട്ടിപ്പിൾ ഐറ്റത്തിനെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നേ ഉള്ളൂ. ഇതേപോലെ നമ്മളിവിടെ 4 ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ ലിസ്റ്റ് എന്തായി മാറും? ലിസ്റ്റിൻ്റെ അകത്ത് പിന്നെ 2 എണ്ണേ ഉള്ളൂ. ബാക്കിയുള്ള 1, 2, 3 ഈ 3 ഐറ്റത്തിനെയും അവൻ എടുത്തിട്ട് റിമൂവ് ചെയ്ത് കളയും. ബാക്കി ഈ പറഞ്ഞിരിക്കുന്ന 2 ഐറ്റം മാത്രമേ ആ ലിസ്റ്റിൻ്റെ അകത്ത് ഉണ്ടാവുള്ളൂ. അപ്പം ഈ മെത്തേഡ് വെച്ചിട്ട് നമുക്ക് മൾട്ടിപ്പിൾ ഐറ്റത്തിനെ റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഒരു മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഒരു ചെറിയൊരു മെത്തേഡും കൂടിയാണ്. ഇത് എത്രത്തോളം യൂസ്ഫുൾ ആണ് എന്നുള്ളത് നമുക്ക് നിങ്ങളുടെ യൂസ് കേസ് അനുസരിച്ചിട്ടായിരിക്കും. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ലിസ്റ്റിനെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്തെടുക്കാം. അതായത് നിങ്ങളിവിടെ എന്താണോ എത്ര ടൈമാണോ മൾട്ടിപ്ലൈ ചെയ്തെടുക്കുന്നത് അത്രയും അവൻ ഇങ്ങനെ ലിസ്റ്റിനെ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പം ഇത്രയും സാധനം ഉണ്ടെന്ന് വിചാരിക്കാം. നമ്മളവിടെ മുകളിൽ റിമൂവ് ചെയ്ത് പോയോണ്ട് ലിസ്റ്റിന് ഒരു വട്ടം കൂടെ ആഡ് ചെയ്യണേ. ഇത്രയും സാധനം ഉണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ അവൻ മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ഈ പറഞ്ഞിരിക്കുന്ന 5 ഐറ്റം ആയിരുന്നു നമ്മളേൽ ഉണ്ടായിരുന്നത്. 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തത് കാരണം ഓൾറെഡി 5 എണ്ണം ഉണ്ട്. ഒരു തവണയും കൂടി അവൻ ആ ലിസ്റ്റിനെ ക്രിയേറ്റ് ചെയ്യും. അതായത് മൾട്ടിപ്ലൈ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ 2ന് പകരം 3 യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? 3 തവണ അത് മൾട്ടിപ്ലൈ ചെയ്യും. 15 വലിയൊരു ലിസ്റ്റായിട്ട് മാറും. അപ്പം ഇങ്ങനെ ഒരു യൂസ് കേസ് ഒക്കെ വരികയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഈ പറഞ്ഞിരിക്കുന്ന മൾട്ടിപ്ലൈ എന്ന് പറയുന്ന സാധനം വെച്ചിട്ട് നമുക്ക് ലിസ്റ്റിനെ നമുക്ക് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടിരിക്കുന്ന ഒരു മെത്തേഡാണ് സോർട്ടിങ് എന്ന് പറയുന്നത്. ലിസ്റ്റ് എല്ലായ്പ്പോഴും നമുക്ക് സോർട്ട് ചെയ്യേണ്ട സിറ്റുവേഷൻ ഒക്കെ വരും, അല്ലേ? അപ്പം അതിനകത്ത് നമുക്ക് ബിൽറ്റിൻ ആയിട്ടിരിക്കുന്ന ഒരു ഫംഗ്ഷൻ തന്നെ ലിസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോർട്ട് എന്നുള്ളതാണ് ആ പറഞ്ഞിരിക്കുന്ന ഫംഗ്ഷന്റെ പേര്. അപ്പം നമുക്ക് ഇങ്ങനെ ഒരു ലിസ്റ്റാണ് ഇരിക്കുന്നതെന്ന് വിചാരിക്കാം. അപ്പം ഇത് എടുത്ത് വെച്ചിരിക്കുന്നത് നമ്പേഴ്സ് ആണ്. ഇതൊരു സോർട്ടഡ് ആയിട്ടിരിക്കുന്ന അവസ്ഥയിലല്ല ഇരിക്കുന്നത്, അല്ലെ? 2, 5 എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന സാധനങ്ങളാണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ സോർട്ട് എന്ന് പറയുന്ന ഒരു മെത്തേഡ് വിളിച്ചു കഴിഞ്ഞാൽ ഇവൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് അസെൻഡിങ് ഓർഡറിൽ സോർട്ട് ചെയ്യും. ഏറ്റവും ചെറുത് ആദ്യം ഇരിക്കും, വലുതായിട്ട് അങ്ങനെ പോകുന്ന ഒരു സിറ്റുവേഷനിലോട്ട് പോകും. നമുക്കൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. കണ്ടില്ലല്ലേ? 1, 2, 3, 4 എന്ന് പറയുന്ന അസെൻഡിങ്ങിലോട്ട് അവൻ മാറ്റിയിട്ടുണ്ട്. ഓക്കെ, ഇതേപോലെ തന്നെ നമുക്ക് ഡിസെൻഡിങ്ങിലോട്ടാണ് നമുക്ക് മാറ്റേണ്ടതെങ്കിൽ, അതായത് ഡിസെൻഡിങ് ഓർഡറിലാണ് നമുക്ക് സോർട്ട് ചെയ്യേണ്ടതെങ്കിൽ, നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന സോർട്ട് ഇവിടെ വിളിച്ച സമയത്ത് നമ്മൾ പാരാമീറ്റേഴ്സ് ഒന്നും പറഞ്ഞു കൊടുത്തിരുന്നില്ല. പക്ഷെങ്കിൽ ഇവിടെ വരുന്ന സമയത്ത് നമുക്കൊരു പാരാമീറ്റർ പറഞ്ഞു കൊടുക്കാം. എന്ന് പറയുന്ന റിവേഴ്സ് എന്ന് പറയുന്ന പാരാമീറ്റർ ആണ്. അത് നമ്മൾ ട്രൂ ആക്കി കൊടുക്കുന്നു. അതായത് എനിക്ക് ഡിസെൻഡിങ് ഓർഡറിലാണ് സോർട്ട് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതിപ്പം നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ലിസ്റ്റിനെ ഒന്നും കൂടെ ഇവിടെ എടുക്കും. ഓക്കെ, ഒന്നും കൂടെ ഉണ്ടാക്കുന്നു. എന്നിട്ട് ഡിസെൻഡിങ് ഓർഡറിൽ കണ്ടില്ലല്ലേ? 5, 3, 2, 1 എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ഡിസെൻഡിങ് ഓർഡറിലാണ് ഇരിക്കുന്നത്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു സ്ട്രിങ് ആണ് എന്ന് വിചാരിക്കാം. ഓക്കെ, അതിനെയും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ സോർട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഞാനിവിടെ സോർട്ട് എന്ന് പറയുന്നത് ട്രൂ കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ സ്റ്റുഡൻറ് നെയിംസിനെയാണ് സോർട്ട് ചെയ്യുന്നത്. നമ്മൾ അത് കൊടുക്കുന്നു. എന്നിട്ട്
ഇതാക്കുന്നു. ഓക്കെ, ഇത് കണ്ടില്ല അല്ലേ, സോർട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. അതായത് രാഹുൽ എന്ന് പറയുന്നതായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്, അതിന് പകരം അവൻ ആൽഫബറ്റിക് ഓർഡറിൽ ആര്യ എന്ന് പറയുന്ന എയിൽ തുടങ്ങുന്നത് അങ്ങനെ വെച്ചിട്ട് അവൻ സോർട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ റിവേഴ്സ് എന്ന് പറയുന്ന സാധനം നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഇവിടെയല്ല, സ്ട്രിങ്ങിൻ്റെ അകത്ത് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ അവൻ ഡിസെൻഡിങ് ഓർഡറിലായിരിക്കും അവൻ സോർട്ട് ചെയ്തെടുക്കുന്നത്. സഹൽ എന്ന് പറയുന്നത് എസ് എന്ന് പറയുന്നതായിരിക്കും, എന്നിട്ട് ഇങ്ങനെ സോർട്ട് ചെയ്ത് വരുന്നു. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന ടെക്സ്റ്റ് സ്ട്രിങ് കൈൻഡ് ഓഫ് ഡാറ്റ ആണെങ്കിലും നമുക്ക് സോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ സോർട്ട് എന്ന് പറയുന്ന ഒരു സാധനം ഒന്ന് വിളിച്ചു വിട്ടാൽ മതി. ഇനി ഒരു കാര്യം ഇരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവൻ സോർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മിക്സഡ് ആയിട്ടിരിക്കുന്ന ലിസ്റ്റ് പോസിബിൾ ആണ്, അല്ലെങ്കിൽ മിക്സഡ് ആയിട്ടിരിക്കുന്ന ഡാറ്റ ടൈപ്പുകൾ വെച്ചിട്ട് നമുക്ക് ലിസ്റ്റ് ഉണ്ടാക്കാവുന്നതാണ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു, നിങ്ങളത് ഓർക്കുന്നുണ്ടല്ലോ വിചാരിക്കുന്നു അല്ലേ. ഇത് ഈ പറഞ്ഞിരിക്കുന്ന ലിസ്റ്റിൻ്റെ അകത്ത് ആദ്യത്തെ ഐറ്റം എന്ന് പറയുന്നത് സ്ട്രിങ് ആണ്, ബാക്കിയെല്ലാം നമ്പേഴ്സ് ആണ്. അപ്പം ഇങ്ങനെ ഇരിക്കുന്ന ഒരു സാധനത്തിന് സോർട്ട് വിളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനെങ്ങനെ സോർട്ട് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാകും അല്ലേ. നമുക്ക് നോർമലി റിയൽ ലൈഫിനകത്താണെങ്കിലും നമുക്ക് ടെക്സ്റ്റുകളെയും ഒരു നമ്പേഴ്സും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ നമുക്ക് സോർട്ട് ചെയ്തെടുക്കാൻ പറ്റത്തില്ല. അത് ഡിഫൈൻഡ് ആയിട്ടിരിക്കുന്ന ഒരു ഡെഫിനിഷൻ അതിനില്ല അല്ലേ. അപ്പം നമ്മൾ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ സോർട്ട് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എറടിച്ചു പോകും. അതായത് ഈ പറഞ്ഞിരിക്കുന്ന ഇവൻ പരസ്പരം കമ്പയർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഉള്ളിലുള്ളത് എന്ന് പറഞ്ഞിട്ട് വരും. അപ്പം നമുക്ക് ഒരേ ടൈപ്പിലിരിക്കുന്ന അല്ലെങ്കിൽ കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഡാറ്റ ടൈപ്പുകളാണ് ഈ പറഞ്ഞിരിക്കുന്ന ലിസ്റ്റിൻ്റെ ഐറ്റംസ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്കതിനെ സോർട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, തൽക്കാലം നമുക്ക് ഇതിനൊന്ന് കമൻറ്റ് ചെയ്ത് വെക്കാം, അത് ക്രാഷ് അടിച്ച് പോകുന്നതുകൊണ്ടാണ്. പക്ഷേങ്കിൽ അങ്ങനെ സോർട്ട് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ലിസ്റ്റിനെ നമുക്ക് റിവേഴ്സ് ചെയ്യണമെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ അതിന് നമുക്ക് റിവേഴ്സ് എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പം നമ്മളുടെ ലിസ്റ്റ് ഇപ്പം ഇങ്ങനെയാണ് ഇരിക്കുന്നത് എങ്കിൽ നമുക്ക് ഇതിനെ നേരെ ഓപ്പോസിറ്റിലോട്ട് പോകാം. 3 എന്ന് പറയുന്നത് അവസാനമായിരുന്നു അല്ലേ. അപ്പം ഇതിനെ നേരെ തിരിച്ചിട്ട് റിവേഴ്സ് ചെയ്തെടുക്കുന്നു. അപ്പം 3 1 5 2 എന്നാകുന്നു. ആദ്യം ഇത് 2 5 1 3 നേരെ എടുത്തിട്ട് റിവേഴ്സ് ചെയ്യുന്നു എന്നുള്ള കാര്യം. ഇത് തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മിക്സഡ് ആയിട്ടുള്ള ലിസ്റ്റിൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും അത് ഓക്കെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊന്നും അവന് ഈ പറഞ്ഞ പോലെ കമ്പാരിസൺ അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്യേണ്ട കാര്യമൊന്നും അവൻ അവിടെ ഇല്ലല്ലോ അല്ലേ. അപ്പം അത് അവൻ വർക്ക് ചെയ്തോളും. ഇത് ഇവിടെ ഇതും കൂടെ കമൻറ്റ് ചെയ്തു വെക്കാം, അവിടെ മുകളിലുള്ളതുകൊണ്ടാണ്. ഓക്കെ, ഇത് വർക്ക് ചെയ്യും, നമുക്ക് വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. കാരണം അതിൻ്റെ അകത്ത് അവന് ഡിഫൈൻഡ് ആയിട്ടുള്ള പ്രോബ്ലം ഒന്നുമില്ലല്ലോ. സോർട്ട് പോലെ കമ്പയർ ചെയ്യാൻ പറ്റുന്ന റിയൽ ലൈഫിൻ്റെ അകത്ത് നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരു ഓപ്പറേഷൻ ഒന്നും അല്ലാതെ അല്ലേ. രണ്ടെണ്ണം ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് റിവേഴ്സ് ചെയ്യാന്നുള്ളതാണ്. അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം അവൻ യാതൊരുവിധ ഇഷ്യൂ ഇല്ലാതെ വർക്ക് ചെയ്തോളും. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് വേറൊരു സിറ്റുവേഷനും കൂടി ഉണ്ട് എന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ നമ്മളുടെ കയ്യിൽ ഈ പറഞ്ഞിരിക്കുന്ന ഒരു ടെക്സ്റ്റ് ഉണ്ട്. ആ ടെക്സ്റ്റിൻ്റെ ഒരു സ്ട്രിങ് ഉണ്ട്, അതിൻ്റെ അകത്ത് നമുക്കൊരു സ്ട്രിങ് ഉണ്ട്, അതിൻ്റെ അകത്ത് ഉള്ള കണ്ടൻസിനെ ഒരു പ്രത്യേക ഐറ്റം വെച്ചിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നു എന്ന് വിചാരിക്കാം. ഓക്കെ, ഇതുപോലെ തന്നെ നമ്മളിപ്പം നോർമലി നമുക്ക് ഇങ്ങനെ ഇരിക്കുന്ന ഡാറ്റയെല്ലാം നമ്മളുടെ നോർമൽ ലൈഫിൽ വരാറുണ്ടല്ലോ അല്ലേ. നമ്മൾ ചില സാധനങ്ങളെ ഇങ്ങനെ കോമയെല്ലാം വെച്ചിട്ട് ഡിവൈഡ് ചെയ്ത്, ഇത് ഓരോന്നും ഇൻഡിവിജ്വലി ഐറ്റം ആയിരിക്കും, പക്ഷേ അത് ഒരു ടെക്സ്റ്റ് ആയിട്ടാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പം ഈ ടെക്സ്റ്റിൻ്റെ അകത്ത് നിന്ന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി നമുക്കൊരു ലിസ്റ്റിനെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം നമ്മൾ ഈ ഇങ്ങനെ ഒരു ടെക്സ്റ്റ് ഉണ്ട്, ആ ടെക്സ്റ്റിൻ്റെ അകത്ത് ഇതാണ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത്, ഇതിനെ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കോമ വെച്ചിട്ട്. അപ്പം നമ്മൾ നോർമലി ഇങ്ങനെ ഇരിക്കുന്ന സാധനങ്ങളെ ഡെലിമിറ്റർ എന്നാണ് പറയുന്നത്, ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നതിന്. അത് ശരിക്കും ഈ പർട്ടിക്കുലർ മൊമെൻറ്റിൽ ഒരൊറ്റൊരു ടെക്സ്റ്റാണ്, ഒരൊറ്റൊരു സ്ട്രിങ് ആണ്. പക്ഷേങ്കിൽ സംഭവം അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ഡിവിഷൻ ഉണ്ട് എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ആ ഡെലിമിറ്ററിനെ വെച്ചിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സ്ട്രിങ്ങിനെ സ്പ്ലിറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ആ സ്പ്ലിറ്റ് ചെയ്ത സാധനം നമുക്ക് നേരെ ഒരു ലിസ്റ്റിൻ്റെ അകത്തേക്ക് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ഇത് നമുക്ക് പലപ്പോഴും നമുക്കൊരു യൂസ്ഫുൾ ആയിട്ടിരിക്കുന്ന സാധനമായിരിക്കും. നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ടെക്സ്റ്റ് ഫയലിൻ്റെ അകത്ത് നമ്മൾ ഇതേപോലെയാണ് ഡാറ്റ എടുത്ത് വെച്ചിരിക്കുന്നതെന്ന് വിചാരിക്കാം. അതിനെ നമുക്ക് നമ്മളുടെ പ്രോഗ്രാമിൻ്റെ അകത്തേക്ക് റീഡ് ചെയ്ത് ഐട്രേറ്റ് ചെയ്യേണ്ട സിറ്റുവേഷനൊക്കെയാണ് ഇരിക്കുന്നതെങ്കിൽ ഈ സ്പ്ലിറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷനാലിറ്റി വെച്ചിട്ട് നമുക്കതിനെ സ്പ്ലിറ്റ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അപ്പം നമ്മളിവിടെ പ്രിൻറ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടില്ലല്ലേ, രാഹുൽ മിനി എന്ന് പറയുന്ന സാധനത്തിനെ അവനൊരു ലിസ്റ്റാക്കി തന്നിട്ടുണ്ട്. ഇതാ ഈ സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന ഒരു ലിസ്റ്റാക്കി തന്നിട്ടുണ്ട്, ആ കൺവേർട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ലിസ്റ്റിൻ്റെ അകത്ത് മെയിനായിട്ട് വരുന്നത്. ഇനി ബേസിക് ആയിട്ട് നമ്മളൊരു പ്രോഗ്രാം എഴുതുന്ന സമയത്ത് ലിസ്റ്റ് ഓപ്പറേഷൻസ് എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് ഏകദേശം ഇത്രയും ബേസിക് കാര്യങ്ങളെല്ലാം നമുക്ക് മതി. ഇനിയിപ്പോൾ ലിസ്റ്റിൻ്റെ അകത്ത് നമുക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ലിസ്റ്റ് കോംപ്രഹെൻഷൻ എന്ന് പറഞ്ഞിട്ടുള്ളതും
ഷാലോ കോപ്പി, ഡീപ്പ് കോപ്പി എന്താണ് എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് പഠിക്കാനുണ്ട്. പക്ഷെ അത് പഠിക്കണം എന്നുണ്ടെങ്കിൽ അതിന് മുന്നേ നമുക്ക് കുറച്ചും കൂടെ നോളജ് ആവശ്യമുണ്ട്. വേറെ കുറച്ച് കാര്യങ്ങളിൽ നോളജ് ആവശ്യമുണ്ട്. അപ്പം നമ്മൾ ആ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കൂടി പഠിച്ചതിന് ശേഷം അങ്ങനെയുള്ള ഷാലോ കോപ്പി, ഡീപ്പ് കോപ്പി എന്താണ് എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ പറ്റും. അപ്പോൾ ഇതോടുകൂടി നമ്മൾ ലിസ്റ്റിൻ്റെ അകത്തിരിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ ഓപ്പറേഷൻസും ചെയ്ത് നോക്കിയിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം, പ്രോഗ്രാമിംഗ് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വയം ചിന്തിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന ട്യൂട്ടോറിയലിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാത്രം വെച്ചിട്ട് ചെയ്തു നോക്കരുത്. അത് മാത്രം ചെയ്തു നോക്കരുത്. ഇത് തന്നെ എവിടേക്ക് ആപ്ലിക്കബിൾ ആവും എന്നുള്ളത് നിങ്ങളുടെ തന്നെ എന്തെങ്കിലും ഒരു സാമ്പിൾ പ്രോഗ്രാംസ് എഴുതി നോക്കണം. റിപ്പീറ്റിംഗ് ആയിട്ട് വേറെ വേറെ കാര്യങ്ങളിൽ ഓരോ പാരാമീറ്ററും മാറ്റിയൊക്കെ കൊടുത്തിട്ട് നിങ്ങൾക്ക് റിയൽ ലൈഫിൻ്റെ അകത്ത് ചിന്തിച്ചെടുക്കാൻ പറ്റുന്ന ലിസ്റ്റ് എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പ് ആപ്ലിക്കബിൾ ആയി വരുന്ന ഡാറ്റ വെച്ചിട്ട് അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് നോർമലി എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നോ അതൊക്കെ ഒന്ന് ഇതിൻ്റെ അകത്ത് ചെയ്ത് നോക്കണം. നമ്മൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പ്രോഗ്രാമിംഗ് പഠിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഇത് ചെയ്തിട്ട് നിങ്ങൾ ഓർത്തിരിക്കും എന്നുള്ളത് ഉറപ്പില്ല. നമുക്കത് ചെയ്ത് എറേഴ്സൊക്കെ വന്ന് ആ എറേഴ്സിനെയൊക്കെ ഈ പറഞ്ഞിരിക്കുന്ന പോലെ ഡീബഗ് ചെയ്ത് ഫിക്സ് ചെയ്ത് വരുമ്പോഴേ ഉള്ളൂ നമ്മൾ പ്രോഗ്രാമിംഗ് ശരിക്കും പഠിക്കത്തുള്ളൂ. അപ്പോൾ അതൊന്നും നോക്കണേ. വീണ്ടും വേറെ യൂസ് കേസസ് എല്ലാം വെച്ചിട്ട് ഈ കാര്യങ്ങളൊന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ നിർത്താൻ തോന്നുന്നു. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.